ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എനിക്ക് ജെയ്സൺ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണിത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഇത് ഡൈസൺ ആണ്. ഡൈസൺ എയർ റാപ്പ് അറിയാമല്ലോ. അപ്പോൾ ലേഡീസിനെ കൂടുതലും അറിയാവുന്നുള്ളൊരു കാര്യമാണ് ഡൈസൺ എയർ റാപ്പ് എന്ന് പറയുന്നത്. ഇത് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നപ്പോൾ വിചാരിക്കും ഇതിനെപ്പറ്റി എങ്ങനെ അറിയാമെന്ന്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെയ്സന്. ലൈക്ക് എനിക്കൊരു ഡൈസൻ്റെ എയർ റാപ്പ് വാങ്ങണം, എനിക്കിത് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. നമുക്ക് പിന്നീട് എപ്പോഴേലും വാങ്ങാം, ഇത് കാരണം അറിയാം ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. സോ ഇത് നമുക്ക് പിന്നീട് വാങ്ങാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമായിരുന്നു. ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി പുള്ളിക്കാരൻ എനിക്കിത് വാങ്ങി തന്നു. സോ ഐ എം സോ ഹാപ്പി. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വലിയൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് എങ്ങനെ ക്യാരി ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുന്ന സമയങ്ങളിൽ എങ്ങനെ ഇത് കൊണ്ടുപോകും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് എനിവേ, ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഇതിലൊരു ബോക്സാണ്. ഇതിന് ഇങ്ങനെ ഒരു കവറുണ്ട്. ഇതുപോലെയൊക്കെ വരും. ദെൻ ഇതിനകത്ത് പല ഐറ്റംസ് ആണ് വരുന്നത്. ഇതിലെ മെയിൻ മെഷീൻ എന്ന് പറയുന്നത് ഇതാ. ഇതിനകത്ത് ഇതുണ്ടോ, ഇതുപോലെ ഒരു ഐറ്റം വരും. ഇതിലാണ് കംപ്ലീറ്റ് പരിപാടികൾ നടക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്ന ഈ ഒരു സാധനം, ഈ ഒരു ഡിവൈസ്, ഇത് നമുക്ക് ഹെയർ വന്നിട്ട് ഡ്രൈ ചെയ്യാൻ, നമ്മളെ ബ്ലോ ഡ്രൈ ആണ് സെയിം ഐറ്റം. അത് നമുക്ക് ഇതിൽ പിടിപ്പിക്കാം. ലൈക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് തന്നെ ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോ ഡ്രൈയേക്കാൾ നല്ല പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടും ഈ ബ്ലോ ഡ്രയർ. ദെൻ അതുപോലെ തന്നെ ഇതിനെ പോലെ തന്നെ പല ഉപകരണങ്ങളും ഇതിനകത്തുണ്ട്. അതായത് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമ്മൾ നോർമലി സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്നൊരു സാധനമാണ്. ഇതിനകത്ത് ബ്രഷ് ഉണ്ട്, ബ്രഷ് ഐറ്റം വിത്ത് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാനും കൂടി പറ്റും. നമുക്ക് പാർലറിലൊക്കെ പോകുമ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് തരാറില്ലേ, അതുപോലെയൊക്കെയുള്ള ഒരു ഐറ്റമാണ് ഇതും. ഇതുപോലെ വേറൊന്നും കൂടിയുണ്ട്, ഇത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ മെഷീനിൽ പലതരത്തിലുള്ള സെറ്റിങ്ങുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൈക്ക് മോർ ഹീറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം. നമുക്ക് കൂളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പ്രസ് ചെയ്യാം. ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ദെൻ ബാക്കിയുള്ള ഡിവൈസ് ഞാൻ കാണിച്ചു തരാം. ദെൻ ഇത് നമുക്ക് നോർമലി എനിക്കൊക്കെ ഭയങ്കര ഫ്രിസി ഹെയർ ആണ്. ഇപ്പം ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കുളി കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഹെയറിൽ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്ലോ ഡ്രൈ മാത്രം. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിസി ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിസി ഹെയർ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. ദെൻ ഇത് ആഡൊന്നുമല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് കേൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണിത്. കേൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഹെയർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഉപയോഗിക്കാം. കുറച്ച് ഹെയർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. എടുത്ത് കേൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അതുപോലെ ഇത്രയും ഉപകരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രൊമോഷൻ അല്ല എങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ പേഴ്സണലി നമുക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾ വന്നിട്ട് എനിക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോയിൻമെൻ്റ് എടുക്കണം. അതായത് ഇത് വാങ്ങിയിട്ട് നമുക്കിതിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് നമുക്ക് എന്ത് ചെയ്യും, ഹെയർ വന്നിട്ട് ഇത് ചെയ്തു തരും. എങ്ങനെയാണ് നിങ്ങളിത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവർ നമുക്ക് ട്രെയിനിങ് തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തന്നെ ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക പരിപാടികളൊന്നും ആവശ്യമില്ല. ഹീറ്റും കൂളും അവർ തന്നെ അത് തന്നെ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചൂടാക്കി തണുപ്പിച്ച് നമ്മുടെ ഹെയറിനെ സെറ്റ് ചെയ്ത് തരും. അത് നമുക്ക് ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് മൈ ഗിഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. കുറേ ആൾക്കാർ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് ചെക്ക് ചെയ്യുന്ന സമയത്ത്.
നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് റിവ്യൂസ് ഞാനിതിനെ കണ്ടു. എനിക്ക് അസ് ഓഫ് നൗ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. നോക്കാം, നമുക്കിനി പോകെ പോകെ എന്തൊക്കെയാണ് ഇതിൻ്റെ മോശം സൈഡ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു സൂം വേർഷൻ വരുന്നത്. ഞാനിത് പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പലതരത്തിൽ നമുക്ക് ചെയ്യാം. കേൾ ഷേപ്പ് അതുപോലെ തന്നെ സ്മൂത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ബോക്സ്. നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. അതുപോലെ ഇതിനകത്തുള്ള ഐറ്റംസ് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് മെയിൻ മെഷീൻ വരുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത് ഫ്രിസി ഹെയർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഓരോ പ്രോഡക്റ്റും ഉള്ളിലുണ്ട്. ബ്രഷ്, അതിൻ്റെ കവറ്, ദെൻ ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉള്ളിലുണ്ട്. അപ്പോൾ ബൈ.